അതിപ്പോൾ സാധാരണ LDF പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ചയാണ്. ഞങ്ങൾ പരാതി ഉള്ള ആളുകളുമായിട്ടുള്ള കൂടിച്ചേരൽ, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്തുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ആരുമായിട്ടും കാണാൻ, സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം, ഇതൊന്നും തെറ്റില്ല. പക്ഷേ SC/ST എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് അത് ചെയ്യുന്നത് നേരെ മറിച്ച് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ആളുകളോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നോട്ടീസിൽ എഴുതുന്നത് ഒരു വളരെ മോശപ്പെട്ട ഏർപ്പാട്. അങ്ങനെ ഒരു സംസ്കാരം ശരിയല്ല. സപ്ലൈകോയിൽ സാധനങ്ങളും ഇല്ല, സബ്സിഡി ഇല്ല. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, മോഡിയുടെ ഒരു രണ്ടാം പതിപ്പാണ് പിണറായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണ്. നെഗറ്റീവ് വാർത്തകൾ കൊടുക്കരുത്, സ്തുതിക്കുന്ന വാർത്തകൾ കൊടുക്കണം, അല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഏർപ്പാടുകളാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് സബ്സിഡി 70% എന്നുള്ളത് 35% വെട്ടി ചുരുക്കുക മാത്രമല്ല, സാധനവുമില്ല. പക്ഷെ അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളത് ഇത്ര തുകയ്ക്കുള്ള സാധനങ്ങൾ വിറ്റില്ലെങ്കിൽ ഡെയിലി വേജസുകാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളമില്ല. എന്നെ കാണാൻ വന്നിരുന്നു. അവർ പറയുന്നത് സാധനം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇത് അതുപോലെ ഇന്നലെ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാജവർഷം രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാരുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ് അതിന് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയില്ല. ഫോൺ രേഖകളടക്കം, വളരെ സിമ്പിളായിട്ടുള്ള ഫോൺ രേഖകളടക്കം പിന്നെ ശേഖരിച്ചില്ല എന്നടക്കം രമേശ് ചെന്നിത്തല ഇന്നലെ പറയുണ്ടായി. ഈ അന്വേഷണത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? അല്ല, പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പുകൾ കുറേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ മുൻ മന്ത്രിമാർക്കേ പറയാൻ പറ്റൂ. ഞാൻ മന്ത്രിയായിരുന്ന ആളല്ല. പക്ഷേ ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി അന്നത്തെ കാലഘട്ടത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് തെളിവില്ലാത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് പല കേസുകളിലും സംഭവിക്കുന്നതാണ്. കേസിലെ 100% പ്രതികൾ ഇതുവരെ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ചില ആളുകൾ വിട്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ എങ്കിലും പരമാവധി ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷല്ല, TP രാമകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് ആരും ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, ആ കൊലപാതകം നടന്ന സമയത്ത് അതിനുശേഷം അദ്ദേഹം ലീവ് എടുത്ത് ചൈനയിലേക്ക് പോയി. അപ്പോൾ ആരും അദ്ദേഹത്തിന് അക്കാര്യത്തിൽ അന്ന് കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, കുറ്റം ചെയ്തവർ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കുറ്റത്തിൻ്റെ അവന് പ്രേരിപ്പിച്ച ചില ഘടകങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം. അല്ല, CPMൻ്റെ ഒരു കാര്യം നടക്കുമ്പോൾ മാസ്റ്റർ ബ്രെയിൻ അവരുടെ നേതാക്കൾ ഇനിയായിരിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് പറഞ്ഞത് സത്യമുണ്ട്.